ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിൻ്റെ പ്രകാശമാകുവാൻ നമ്മെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിരതം ഞങ്ങളിൽ വാഴാൻ വന്നിടു പാവനാത്മാവാം ദൈവമേ. നിരതം ഞങ്ങളിൽ വാഴാൻ വന്നിടു പാവനാത്മാവാം ദൈവമേ. പാപികളാകും ഞങ്ങളെ നാഥ പാവനരാക്കി തീർത്തിടൂ. പാപികളാകും ഞങ്ങളെ നാഥ പാവനരാക്കി തീർത്തിടൂ. നിരതം ഞങ്ങളിൽ വാഴാൻ വന്നിടു പാവനാത്മാവാം ദൈവമേ. ദൈവസ്നേഹം നീ ചൊരിക വൈകാതെ, ശക്തരാക്കുക ഞങ്ങളെ. ദൈവസ്നേഹം നീ ചൊരിക വൈകാതെ, ശക്തരാക്കുക ഞങ്ങളെ. തിന്മയെ വെല്ലാൻ നന്മ ചെയ്തിടാൻ പാവനാത്മതുണച്ചിടൂ. തിന്മയെ വെല്ലാൻ നന്മ ചെയ്തിടാൻ പാവനാത്മതുണച്ചിടൂ. നിരതം ഞങ്ങളിൽ വാഴാൻ വന്നിടു പാവനാത്മാവാം ദൈവമേ. പാപികളാകും ഞങ്ങളെ നാഥ പാവനരാക്കി തീർത്തിടൂ. നിരതം ഞങ്ങളിൽ വാഴാൻ വന്നിടു പാവനാത്മാവാം ദൈവമേ. കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. 2 Corinthians chapter 4 verse 6. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് മിശിഹായുടെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. മിശിഹായുടെ തേജസ് നമ്മളിലും പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ കൃപ കൊണ്ട് നിറയ്ക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. പെന്തക്കുസ്ത സാധാരണ മുക്കുവരായ കേവല മനുഷ്യരെ പ്രകാശം സ്ഫുരിക്കുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റിയ ദിവസമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ കേവലം ആശ്വസിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. Holy Spirit does not merely comfort us. He transforms us into light for others. ലോകത്തിൻ്റെ പ്രകാശമായി പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളിലൂടെ ലോകത്തിന് വേണ്ടി കൂടിയാണ്. നമ്മുടെ ഒരു പുഞ്ചിരിക്ക് മറ്റുള്ളവരിൽ വരുത്താൻ കഴിയുന്ന മാറ്റത്തെ ചിലപ്പോഴൊക്കെ നമ്മൾ വില കുറച്ച് കാണാറുള്ളതായി തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഒരു പുഞ്ചിരിക്ക്, നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക്, അലിവുള്ള ഒരു വാക്കിന്, നമ്മുടെ ക്ഷമയ്ക്ക്, നമ്മുടെ ശ്രവണത്തിന് ഒക്കെ മറ്റുള്ളവരിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും. അങ്ങനെ നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായി മാറും. ഈ പ്രഭാതത്തിൽ മെല്ലെ പ്രകാശം ഭൂമിയിൽ പരക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തെയും, ഇരുട്ടേറെ നിറഞ്ഞുപോയ എൻ്റെ ഹൃദയത്തെയും റുഹായെ പ്രകാശം കൊണ്ട് നീ നിറയ്ക്കണമേ.
ഞങ്ങൾ കാണുന്ന ഈ പ്രഭാതം എൻ്റെ ഹൃദയത്തിലും ആവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പ്രകാശം ഉള്ളിലേക്ക് വരുമ്പോൾ അന്ധകാരം മെല്ലെ മാറിപ്പോകും. ഈ ദിവസം മുഴുവൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിച്ചു നിൽക്കുക, അത് മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. വരിക പരിശുദ്ധാത്മാവേ, വരിക എൻ്റെ ആത്മാവിൻ്റെ പ്രകാശമേ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലെ ഇരുട്ടിൽ നീ പ്രകാശിക്കണമേ. എന്നെ അലിവിൻ്റെ ഉപകരണമാക്കണമേ, എന്നെ ക്ഷമയുടെ പര്യായമാക്കണമേ, എന്നെ മറ്റുള്ളവർക്ക് നീ പ്രത്യാശയുടെ അടയാളമാക്കി മാറ്റണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും പരിശുദ്ധാത്മാവൻ വിട്ടുകൊടുത്ത് നാം ഭയക്കുന്ന എല്ലാ ഇരുട്ടിനെയും റൂഹായുടെ പ്രകാശത്തിലേക്ക് നീക്കിവെച്ച് ഈ ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.